വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ കാണിക്കുന്നത് പഞ്ചാബി സമൂസയാണ്. ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ ഒരു സമൂസ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാം. ആദ്യം നമുക്ക് സമൂസക്കുള്ള ഡോ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 കപ്പോളം മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നല്ല ടൈറ്റ് ഡോ ആയിട്ടാണ് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ 2 കപ്പ് ഡോക്ക് നിങ്ങൾക്കൊരു 10-15 സമൂസ വരെ ഉണ്ടാക്കാം കേട്ടോ. ഇനി കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് തന്നെ ഗീയും കൂടി ചേർത്ത് കൊടുക്കണം. നമ്മൾ ഈ മൈദമാവിൽ ഗീ ചേർക്കുന്നത് നമ്മൾ ഈ ഒരു സമൂസ നല്ല ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പഞ്ചാബി സമൂസ കഴിച്ചവർക്കറിയാം, ഒരു നല്ല ക്രിസ്പി ആയിട്ടുള്ള തൊലിയാണ് ഈ ഒരു സമൂസക്ക് ഉണ്ടാവല്. അപ്പോൾ നമ്മൾ കുഴക്കുന്ന സമയത്ത് ഇതുപോലെ ഗീ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള സമൂസൻ്റെ ഷീറ്റാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഗീ കുറച്ചധികം തന്നെ വേണ്ടി വരും. ഞാനിപ്പോൾ ഒരു 3 ടീസ്പൂൺ ചേർത്ത് ഇതുപോലെ കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പോരാൻ തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ചും കൂടി ഗീ ഒഴിച്ച് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ഒരു പരുവത്തിലാക്കി എടുക്കണം. നമുക്കിത് ബോൾസ് ആക്കി എടുക്കുമ്പോൾ ഇതുപോലെ കിട്ടണം. ആ ഒരു പാകം വരെ നമുക്ക് ഗീ ചേർത്ത് കൊടുക്കേണ്ടി വരും. ഇനി ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് അജുവൈനാണ്, അതായത് അയമോദകം. നമുക്ക് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും. ഈ ഒരു പഞ്ചാബീൻ്റെ ഒരു ഫ്ലേവർ കൊണ്ടുവരുന്നത്, പഞ്ചാബി സമൂസക്ക് ഫ്ലേവർ ഈ ഒരു അയമോദകത്തിൻ്റെ ഒരു ഫ്ലേവറാണ്. ഇനി നമുക്കിത് ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് വളരെ ടൈറ്റ് ഡോ ആക്കിയിട്ട് കുഴച്ചെടുക്കണം. നോർമൽ വാട്ടർ തന്നെയാണ് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കുറച്ച് ഒഴിച്ച് നമുക്ക് നല്ല ടൈറ്റ് ഡോ ആക്കിയിട്ടാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. നമ്മൾ നോർമൽ ചപ്പാത്തിക്കും അതുപോലെ തന്നെ നോർമൽ മാവൊക്കെ കുഴക്കും പോലെ ലൂസായി, അതായത് നോർമൽ ഒരു പാകത്തിന് കുഴച്ചെടുക്കാതെ കുറച്ച് ടൈറ്റായിട്ട് വേണം കുഴച്ചെടുക്കുക. അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഈ ഒരു ഞാൻ ഇപ്പോൾ വീഡിയോയിൽ കണ്ട പോലെ ആ ഒരു ടൈറ്റിൽ നമ്മൾ കുഴച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇനി നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കാം. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് വെക്കാനുള്ള, ഇതിനകത്ത് കൊടുക്കാനുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. ഇതിനകത്ത് ഫില്ലിങ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, ഉള്ളിയൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. വളരെ ഈസി ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ് കേട്ടോ. ഇനി ചെറിയ ജീരകം, അതും കൂടി ചേർത്ത് ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് പൊടികളാണ്. അപ്പോൾ ഞാനിവിടെ വളരെ കുറച്ച് മഞ്ഞൾ പൊടി, ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തതിന് ശേഷം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. വളരെ കുറച്ച് മഞ്ഞൾ പൊടി, കുറച്ച് മുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇനി കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നേരത്തെ തന്നെ ഉരുളക്കിഴങ്ങ് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്താൽ മതിയാവും. നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള അജുവയും ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് ചാട്ട് മസാലയും. ഇതൊരു പഞ്ചാബി സമൂസ ആയതുകൊണ്ടാണ് ഈ ചാട്ട് മസാലയും അജുവൈനൊക്കെ ഇതിൽ മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ്, ഉപ്പ് ചേർത്ത് വേവിച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സമൂസയ്ക്കുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ അജുവൈനും ചാട്ട് മസാലയും നമ്മൾ ഈ ഒരു പഞ്ചാബി സമൂസയിൽ മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അത് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ഇത് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് നമുക്കിനി ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുത്ത് പരത്തിയെടുക്കണം. ഞാനൊരു ചപ്പാത്തിൻ്റെ ഒരു സൈസ്, അതിലും കുറച്ച് ചെറിയ സൈസുള്ള ഒരു ബോളാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഈ വീഡിയോയിൽ കണ്ട പോലെ ഓവൽ ഷേപ്പിലാണ് പരത്തിയെടുക്കേണ്ടത്. എന്നിട്ട് നേരെ പാതിയാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഫോൾഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് കൂടി ഒന്ന് കാണാം. വളരെ ഈസിയാണ് ഫോൾഡ് ചെയ്യാൻ. നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ച പോലെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് വെള്ളം വെച്ചൊന്ന് സ്റ്റിക്ക് ചെയ്തിട്ടാണ് ഇതൊന്ന് ഒട്ടിച്ചെടുക്കുന്നത്. മൈദ വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കിത് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ നോർമൽ വാട്ടറിൽ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്താൽ അതവിടെ ഒട്ടി നിന്നോളും. ഇതുപോലെ ഒന്ന് നമുക്ക് പോക്കറ്റാക്കിയതിന് ശേഷം നമുക്കിതിനകത്ത് ഫില്ലിങ് വെച്ച് കൊടുക്കാം. നമ്മൾ നോർമൽ സമൂസൊക്കെ ഈ ഒരു രീതിയിൽ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ നമ്മൾ പഞ്ചാബി സമൂസൊക്കെ ഉണ്ടാക്കുന്നത് ചെറിയൊരു വ്യത്യാസമുണ്ട്. വീഡിയോയിൽ കണ്ട പോലെ തന്നെ ബാക്ക് സൈഡിലുള്ള ആ ഒരു ഷീറ്റ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു പഞ്ചാബി സമൂസൻ്റെ ഷേപ്പ് ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. നിങ്ങൾ പിന്നെ ബേക്കറിയിൽ നിന്നൊക്കെ കണ്ടിട്ടുണ്ടാവും. പഞ്ചാബി സമൂസ അല്ലെങ്കിൽ ബംഗാളി സമൂസ എന്നൊക്കെയാണ് ഇതിന് പറയാറുള്ളത്. അപ്പോൾ ഈ രീതിയിലാണ് ആ ഒരു സമൂസ നമ്മൾ കാണാറുള്ളത്. നോർമൽ സമൂസയിൽ നിന്ന് വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ ഇതുപോലെ ബാക്കിലും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാം. നോമ്പിനൊക്കെ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള സ്നാക്സ് റെസിപ്പീസൊക്കെ നമ്മൾ വീഡിയോയിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ചാനലിൽ ഒരുപാട് വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. സുറാസി വേൾഡ് എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ സുറാസി വേൾഡ് സ്നാക്സ് റെസിപ്പി എന്നൊക്കെ അടിച്ചാൽ നിങ്ങൾക്ക് നോമ്പിന് പറ്റിയ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഷോർട്ട് വീഡിയോ ആയാലും എല്ലാം അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. കണ്ടു നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു അളവിൽ ഇത്രയും സമൂസ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചൂടായ വെളിച്ചെണ്ണയിലിട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. തിരിച്ചും മറിച്ച് ഇട്ട് നല്ല ഗോൾഡൻ കളർ ആകുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മളൊരു സമൂസ എന്ന് പറയുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ള സമൂസയാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ മാവ് കുഴക്കുന്ന സമയത്ത് ഗീ ചേർത്തിട്ടുള്ളത്. ഗീ ചേർത്താലാണ് നമ്മളൊരു സമൂസൻ്റെ ഈ ഒരു മാവ് നല്ല ക്രിസ്പി ആയി കിട്ടുക. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇറച്ചിയടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഗീ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ സമൂസൻ്റെ ഈ തൊലി നല്ലൊരു ക്രിസ്പി ആയി കിട്ടും. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പഞ്ചാബി സമൂസ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള നല്ലൊരു പഞ്ചാബി സമൂസയാണ് ഇന്ന് കാണിച്ചിട്ടുള്ളത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.